നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വല്ലാത്തൊരവസ്ഥയിൽ അമ്മ ഇവിടെ കൊണ്ടുവന്നത്. അയ്യോ, ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. മോളെ, നീയാണ് എന്റെ സത്യമോളാണ്. എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. സ്നേഹം, ഇഷ്ടം, അതൊന്നും മനസ്സിലാക്കി പ്രകടിപ്പിക്കാനോ അവൾക്ക് അറിയില്ല. എന്തെങ്കിലും കേട്ടാ അതിന്റെ മോശം വശങ്ങൾ പിടിച്ച് മാത്രം ബഹളം കൂട്ടാൻ അറിയാം. എന്നാ അതിന്റെ നന്മ ശ്രമിക്കുകയില്ല, ശ്രദ്ധിക്കുകയില്ല. കുഴപ്പമില്ല, ഒരു വല്ലാത്തൊരു പരവേശം. ഞാനൊന്ന് കിടക്കട്ടെ. ഈ വിവരങ്ങൾ അറിയാനുള്ള കാത്തിരിപ്പേ മരണവേദനയ്ക്കും അപ്പുറവാ. എന്തെങ്കിലും വിവരം അറിഞ്ഞ അച്ഛനെ മോള് വിവരം അറിയിക്കണം. എന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഉണർവുണ്ടാവണമെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും ഒരു നല്ല വാർത്ത കേൾക്കണം. വേണ്ട മോളെ, പിടിക്കണ്ട, അച്ഛൻ പോയിക്കോളാം. വിട്ടോ ഭഗവാനെ, എന്റെ കുഞ്ഞിനാവത്തൊന്നും വരത്തില്ല. ഈശ്വര, കാണുന്നില്ലല്ലോ. ഹലോ അമ്മേ. അമ്മയല്ല മോളെ, ഞാനാ. ശാന്തേച്ചിയാ മോളെ. അമ്മ ഫോൺ കൊണ്ടുപോയിട്ടില്ല, മാർക്കറ്റിൽ പോയിരിക്കോ. അപ്പൊ അമ്മ അവിടെ ഇല്ലേ? ദേ വരുന്നുണ്ട്, ഞാൻ കൊടുക്കാം. ദേ ശാരദാമ്മേ, ശ്യാമയാ. എന്താടി, എന്താ വിശേഷം? വിശേഷങ്ങളേ ഉള്ളൂ. എന്തൊക്കെ കുഴപ്പങ്ങൾ അമ്മ ഉണ്ടായിരിക്കുന്നേ? കുഴപ്പോ? എന്താടി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോ അമ്മയെ കുഞ്ഞിച്ച് വിളിച്ചില്ലേ? ഇല്ല. വിഷ്ണുവേട്ടൻ അമ്മയാണോ ചോറുണ്ടായി കൊടുത്തത്? അതെ. അവിടുന്ന് ഒരു പോലീസുകാരൻ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ചോറ് കൊണ്ടുപോയി കൊടുത്തു. അതിനിപ്പോ എന്താ? ഓ, സത്യം വല്ലതും പറഞ്ഞോ? അമ്മ കൊണ്ടുപോയി കൊടുത്ത ഭക്ഷണം കഴിച്ചതിന് ശേഷം വിഷ്ണുവേട്ടൻ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടായി. കുഴപ്പോ? എന്ത് കുഴപ്പം? വിഷ്ണുവേട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കും അമ്മേ. അയ്യോ, എന്താണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അമ്മേ, ഇവിടെ അതിന്റെ പേരിൽ വലിയ ബഹളം തന്നെ സത്യമ്മ നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പോ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ട്. അവിടെ ഇനി എന്തൊക്കെയാവുമെന്ന് എനിക്ക് അറിയില്ല അമ്മേ. അമ്മ എത്രയും പെട്ടെന്ന് കുഞ്ഞേച്ചി ഒന്ന് വിളിച്ചു നോക്ക്. ശരി, ഞാൻ വിളിക്കാം. ഈശ്വര, കുഴപ്പമൊന്നും ഇല്ലാതിരുന്ന മതിയായിരുന്നു. ശാന്തേ, നമ്മൾ ഇവിടുന്ന് കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടേ വിഷ്ണു ആശുപത്രിയിലായെന്ന് ഞാൻ അറിഞ്ഞു ശാരദാമ്മേ. ശാരദാമ്മ എന്താ ഫോൺ കൊണ്ടുപോതിരുന്നേ? അത് ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. അമ്മേ. ശാലിനി, എന്താടി, എന്താ സംഭവിച്ചത്? അമ്മേ, സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറയുമ്പോഴാണ് ഞാനും അറിയുന്നേ. ഞാൻ അവിടെ എത്തുമ്പോ വിഷ്ണുട്ടൻ രക്തം ശ്രദ്ധിച്ച് കിടക്കുന്നതാ കണ്ടത്. അയ്യോ, ഇവിടെ ഇപ്പൊ ICU-ല. മോളെ, ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം. നീ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? വേണ്ടമ്മേ, അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. പിന്നെ ഇവിടെ അമ്മ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്ന് ഫുഡ് പോയ്സൺ ഉണ്ടായിരിക്കുന്നെന്ന് ഇവരിപ്പോ പറയുന്നു. അതെങ്ങനെ മോളെ ശരിയാവുക? ആ ഭക്ഷണമല്ലേ ഇവിടെ ഹോട്ടലിലുള്ളവരും വീട്ടിലുള്ളവരും ഒക്കെ കഴിച്ചത്. ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മൾ വീട്ടിലേക്ക് എടുക്കുന്നത്, അല്ലാതെ വേറെ ഭക്ഷണമൊന്നും നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നില്ലല്ലോ. അമ്മ, അത് നമുക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളല്ലേ, മറ്റുള്ളവർക്ക് അത് അറിയേണ്ട ആവശ്യമില്ലല്ലോ. മോളെ, അവര് നോക്കുമ്പോ അമ്മ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ച വിഷ്ണുവേട്ടന് സുഖമില്ലാതായതും അസ്വസ്ഥത കാണിച്ചു തുടങ്ങിയതൊക്കെ എടി, പറയുന്നവർക്ക് എന്തും പറയാലോ.
നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ ഇതൊക്കെ. അത് പോട്ടെ, വിഷ്ണുവിന് എങ്ങനെയുണ്ട്? നീ അത് പറ. വല്ലാത്തൊരവസ്ഥയിലാണ് അമ്മ ഇവിടെ കൊണ്ടുവന്നത്. അയ്യോ ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. മോളെ, നീയാണ് എന്റെ സത്യമോളാണ്. എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. എവിടെയോ എന്തോ ചതിവ് പറ്റിയിട്ടുണ്ട്. അത് ഈ ഒരു അവസ്ഥയിൽ നീ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? ഞാൻ വരണ്ടെങ്കി വേണ്ട, ഞാൻ അച്ഛനെ അങ്ങോട്ട് പറഞ്ഞു വിടട്ടെ. അയ്യോ, അതൊട്ടും വേണ്ട. അതെന്താ? ഇതുപോലെ പ്രശ്നമായിരിക്കുന്ന സ്ഥലത്ത് അച്ഛൻ വന്നാ അത് കൂടുതൽ പ്രശ്നമാവത്തേ ഉള്ളൂ. ഇതിപ്പോ സത്യമേ മറ്റോ അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ആരും വേണ്ട, ഒരാളും വേണ്ട. ഞാനിത് എങ്ങനെയെങ്കിലുമൊക്കെ ഫേസ് ചെയ്ത് നിന്നോളാം, അല്ലാതെ വേറെ മാർഗമില്ല. മോളെ, എടി, തെറ്റ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്നാണെന്നല്ലേ പറയുന്നേ? മോളെ, നീ ഇങ്ങനെ പറയുമ്പോ ഞാനെന്തോ തെറ്റ് ചെയ്തതുപോലെയാ എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ ഇത് കേട്ടതിന് ശേഷം ചങ്ക് പൊട്ടിയാ നിൽക്കുന്നേ. എന്റെ കൈ കൊണ്ട് അത് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ച ഒരാൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു കേൾക്കുമ്പോ തന്നെ എന്റെ മരണത്തിന് തുല്യമായിട്ടാ ഞാൻ കരുതുന്നത്. ഒന്നുകിൽ മറ്റെന്തോ സ്റ്റേഷനിൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറ്റം നമ്മളെ ചാർത്തി മറ്റാരും എന്തൊക്കെയോ ലക്ഷ്യം കാണുന്നുണ്ട്. മോൾ അത് കണ്ടെത്തണം. വിഷ്ണുമോൻ രക്ഷപ്പെടുകയും വേണം, നമ്മുടെ നിരപരാധിത്വം തെളിയിക്കുകയും വേണം. ഞാൻ നോക്കട്ടെ അമ്മ, എല്ലാത്തിനും വഴിയുണ്ടാക്കാം. അമ്മ സമാധാനായിട്ടിരിക്കെ, ഞാൻ വിളിക്കാം. ഇനി എനിക്കെന്ത് സമാധാനം അടി? എന്നാലും ഞാൻ കാത്തിരിക്കും. വിഷ്ണുമോന് ഭേദമായെന്ന് നീ വിളിച്ചു പറയുന്നതും കാത്ത് ഞാൻ വിളിക്കാം അമ്മ. ഈശ്വര, ഇനി എന്തൊക്കെ കാണേണ്ടിയും കേൾക്കേണ്ടിയും വരുമോ എന്തോ. ഫോൺ വിളിച്ച് സന്തോഷം അറിയിച്ചതാണോടി? എന്റെ കുഞ്ഞിനെ കൊല്ലാൻ അമ്മയും മോളും കൂടെ പ്ലാൻ ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞ് സന്തോഷം അറിയിക്കാനോടി? സത്യമേ, എന്തൊക്കെയാ പറയുന്നത്? നീ മിണ്ടരുത്. ഇവളൊറ്റ ഒരുത്തി കാരണോ എന്റെ കുഞ്ഞു മരണത്തെ മുഖാമുഖം കണ്ട് അവിടെ കിടക്കുന്നത്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, നിന്റെ കുടുംബശ്രീ അടക്കം എല്ലാത്തിനെയും കത്തിക്കും ഞാൻ. ഓർത്തോ നീ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.